ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണം സ്പെഷ്യൽ ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ വീഡിയോയിലിട്ടിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഈ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലുപ്പത്തിലുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള 2 ബീറ്റ്റൂട്ടാണ് കേട്ടോ എടുത്തത്. ഫ്രഷ് അല്ലാത്ത ബീറ്റ്റൂട്ട് കൊണ്ട് പച്ചടി ഉണ്ടാക്കിയാൽ അതിൻ്റെ ടേസ്റ്റിന് തന്നെ വ്യത്യാസം വരും. ഇനി ഈ ബീറ്റ്റൂട്ടിൻ്റെ മീദത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്താലും മതി കേട്ടോ. ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇടുക. ചീനച്ചട്ടിയിലാണ് കേട്ടോ ഞാൻ ഈ പച്ചടി ഉണ്ടാക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവരെ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 8 മിനിറ്റ് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോഴേക്കും പച്ചടിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ ഒരു മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. 4 വെള്ള കാന്താരി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂണ് കടുക്, 1/2 ടീസ്പൂണ് ഉപ്പ് ഇട്ടെടുത്തിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം. തേങ്ങയും മുളകൊക്കെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. നല്ല പേസ്റ്റായിട്ട് അരിഞ്ഞ് കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്യണം. എന്നാലേ ഈ പച്ചടിക്ക് നല്ലൊരു കൊഴുപ്പ് പോലെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂണ് കടുകിട്ടത് അതിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. വല്ലാതെ അരിഞ്ഞു പോയാൽ പച്ചടിക്കൊരു കയ്പ്പ് രസം ഉണ്ടാവും. ഇനി ഇത് മൂടി തുറന്ന് നോക്കുക. അപ്പോഴേക്കും ഇതൊക്കെ നല്ലോണം വെള്ളം വറ്റിയിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ മുന്നേ ഞാൻ ഒരു പ്രാവശ്യം മൂടി തുറന്നിട്ടൊക്കെ ഇളക്കി യോജിപ്പിച്ചതാണ് കേട്ടോ. ഇനി ആ അരച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരപ്പ് ഒഴിച്ചാൽ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാനേ പറ്റുള്ളൂ. ഈ അരപ്പൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എൻ്റെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇളക്കമായിട്ടാണ് കേട്ടോ അത് ശരിയായിട്ട് കാണിക്കാത്തത്. ഇപ്പോൾ ഒക്കെ കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അധികം പുളിയില്ലാത്ത 1/4 കപ്പ് കട്ട തൈരാണ് കേട്ടോ. അത് കട്ടയൊന്നുമില്ലാതെ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. അതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഗ്യാസ് ഓഫാക്കണേ. എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വറവ് ചേർത്തി കൊടുക്കണം. അതിനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചെടുത്തത്. അതിലേക്ക് 1/2 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. അപ്പം കടുകൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു 3 വറ്റൽമുളകും കുറച്ചധികം കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതും അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് ഈ പച്ചടിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ അത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പച്ചടിയിലേക്ക് ഇട്ടൊഴിക്കുക. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് വിളമ്പി മാറ്റുക. വെള്ളരിക്ക കൊണ്ട് പൈനാപ്പിൾ കൊണ്ടൊക്കെ പച്ചടി ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് ഏറെ ടേസ്റ്റ് തോന്നിയത് ഈ ബീറ്റ്റൂട്ട് കൊണ്ട് പച്ചടി ഉണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് ബീറ്റ്റൂട്ട് കൊണ്ട് ഇതുപോലത്തെ ഒരു പച്ചടി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഇത് മാത്രം മതി കേട്ടോ ചോറുണ്ണാനായിട്ട്. അടിപൊളി ടേസ്റ്റാണേ. ഇനി ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.